ചിക്കൻ കറി നമ്മളെപ്പോൾ ഉണ്ടാക്കുന്ന വീട്ടിലല്ല, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ചട്ടിയിലാണ്. ഏറ്റവും വേഗത്തിൽ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. 4-5 ഉള്ളി വേണം, സവാള, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി അല്ലി, ഒരു കഷ്ണം ഇഞ്ചി, 2 തക്കാളി, ഒരു 5-6 പച്ചമുളക്, അത് എരിവിന് കൂട്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. പിന്നെ കരിവേപ്പില, ചിക്കൻ 1 കിലോ, പിന്നെ വേണ്ടുന്നത് ഗരം മസാല ഒരു 2-3 ടീസ്പൂണ്, മല്ലിച്ചപ്പ് മല്ലി പൊടി 2 ടേബിൾ സ്പൂണ്, പിന്നെ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, കുരുമുളക് 1 ടീസ്പൂണ്, പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇതായി ഇനി വേണ്ടുന്ന സാധനങ്ങൾ. ഉപ്പുണ്ട്, ഉപ്പ് ആവശ്യത്തിന് ചേർക്കും. പിന്നെ അപ്പോൾ ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മസാല ഒന്ന് വറുത്തെടുക്കണം. ഈ മസാലയെല്ലാം ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കുക. നമ്മുടെ മസാല ഏകദേശം വറുത്തിട്ടുണ്ട്. പച്ചമണം മാറുന്നവർ ഒന്ന് വറുത്തെടുക്കണം. ഇതിന് തണിയാൻ വെക്കുക. ആദ്യം തന്നെ നമുക്ക് ഉള്ളി സ്ലൈസാക്കി ഇടുക. ഇതെല്ലാം ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കുക. ചെയ്യാം. ചോപ്പ് ചെയ്യാൻ വേണ്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കും. ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട്. മുളക് നീളത്തിൽ കട്ട് ചെയ്യാം. നിങ്ങളുടെ സൗകര്യത്തിന് എങ്ങനെ വേണ്ടിക്കും കട്ട് ചെയ്യാം കേട്ടോ. ഇതൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് ചേരണമെന്നേ ഉള്ളൂ. ഞാൻ നിങ്ങളത് കട്ട് ചെയ്യും. ഉള്ളി സ്ലൈസ് ആക്കിയിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തിട്ടുണ്ട്, പച്ചമുളക് നമ്മൾ ചീന്തി വെച്ചിട്ടുണ്ട്, ചിക്കൻ കഷ്ണം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇത് തക്കാളി അതേപോലെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കും നോക്കാം. ഒരു ചട്ടി എടുക്കുക. ചട്ടിയിലേക്ക് നമ്മളെ വെച്ച് ചിക്കൻ ഇട്ട് വെക്കും. അതിന് ശേഷം നമ്മൾ മസാല വറുത്തത് നേരെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനുശേഷം ഈ മസാല മുറിച്ച് വെച്ച മസാല, ഈ ഉള്ളി, ഇതെല്ലാം ഈ ചട്ടിയിലേക്ക് ഇടുക. എല്ലാ സാധനങ്ങളും ഇതിനകത്തേക്ക് ഇടുക. ഇതിനകത്ത് കുറച്ച് കരിവേപ്പിലയിൽ അത് മുറിച്ചിടുക. കുറച്ച് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ. അധികം വേണ്ട, കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഇതിനെ നല്ലോണം മിക്സ് ചെയ്ത് പിടിക്കുക. ചിക്കണായിട്ട് നല്ല ഒരു മസാലേൻ്റെ മണവും ചിക്കനായിട്ട് പിടിച്ചിട്ടുള്ള ആ ഒരു നല്ല മണം വരുന്നുണ്ട്. ഇതിനെ നമുക്ക് ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ വെറുതെ വെക്കാം. എന്നാൽ മസാല നല്ലോണം പിടിക്കും. നിങ്ങൾക്ക് വേണ്ടിക്കിൽ ഇപ്പം തന്നെ എടുത്ത് അടുപ്പത്ത് വെക്കാം. മസാല പിടിച്ച് കഴിഞ്ഞാൽ അത് രസമല്ലേ. അപ്പം നമുക്കിത് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ച് ഇങ്ങനെയായിട്ടുള്ള ഇപ്പം മസാലയെല്ലാം പെരക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ട്, അതിങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, തക്കാളി ഇട്ടതിന് ശേഷം അടച്ചങ്ങ് വെച്ചേക്കുക. അതിൻ്റെ ചെറിയ തീയിൽ അത് വെന്ത് വരണം. ഇത് ചട്ടിയിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല. ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൂടുതലല്ല. അത് നോർമലായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. കുക്കറിലും വെക്കാം, എല്ലാം വെക്കാം, എങ്ങനെ വേണ്ടിക്കും ഉണ്ടാക്കാം. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം. ഇപ്പോൾ നോക്കാം നമുക്കിത് എന്തായി. നന്നായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഇതിൻ്റെ അകത്ത് തന്നെ വന്നോളും. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ട് അത് ചേർത്തെടുക്കാം. നല്ല വേഗത്തിൽ വേണം നിങ്ങൾക്കുണ്ടെങ്കിൽ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വേഗത്തിൽ നമുക്ക് വേണ്ടിക്ക് കുക്കറിലാക്കണം. പിന്നെ വേവേണ്ട സമയം ചെറിയ തീയിലാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കറി നല്ലോണം തിളച്ച് നല്ല വെള്ളം എല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് കരിവേപ്പില ഇടുക, ഒരു മുളകും ഇടുക. എന്നിട്ട് അവിടെ അടച്ചു വെച്ചിട്ട് ഓഫാക്കി. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചട്ടിക്കറി നിങ്ങൾക്ക് എന്തിൻ്റെ അകത്ത് വേണ്ടി ഉണ്ടാക്കാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം. എളുപ്പത്തിലും പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത കറിയായിട്ട് അടുത്ത ദിവസം വരാം.